ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ചാപ്റ്ററായ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ്. എന്താണ് നമ്പർ സിസ്റ്റം നോക്കാം. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഐ എം സന്തോഷ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, then watch the video. The number system are used to count something. നമുക്ക് എന്തിനെങ്കിലും കൗണ്ട് ചെയ്യാൻ, ആഡ് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്പർ സിസ്റ്റം. ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് കൗണ്ടിങ് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത്തരം കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്പർ സിസ്റ്റം. ഓക്കെ, ദി നമ്പർ സിസ്റ്റം ക്യാൻ ബി മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. മെയിനായിട്ട് നമ്മുടെ നമ്പർ സിസ്റ്റം രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോൺ പോസിറ്റീവ് നമ്പർ സിസ്റ്റം, സെക്കൻഡ് വൺ പൊസിഷൻ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റത്തിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നോൺ പോസിറ്റീവ് നമ്പർ സിസ്റ്റം ആൻഡ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോൺ പോസിറ്റീവ് നമ്പർ സിസ്റ്റം എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ദിസ് ടൈപ്പ് വർ യൂസ്ഡ് അറ്റ് ഏർലി ടൈം. ഈ ഒരു നമ്പർ സിസ്റ്റം വളരെ പണ്ട് കാലത്ത് നിങ്ങൾ ഉപയോഗിച്ച ഒരു നമ്പർ സിസ്റ്റം ആയിരുന്നു. ഓക്കെ, in that time there was no any symbols for counting. ആദ്യമ കാലത്ത് കൗണ്ട് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് സിമ്പിൾസ് ഒന്നും ഇല്ലായിരുന്നു. ആ ടൈമിൽ പ്രത്യേകിച്ച് സിമ്പിൾസ് നമ്മൾ ഉപയോഗിച്ചില്ലായിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു സിമ്പിൾസ്. ഓക്കെ, ദാറ്റ് ടൈം ദി ഹ്യൂമൻ വർ യൂസ്ഡ് സ്റ്റിക്സ് ഓർ സ്റ്റോൺസ് ഫോർ കൗണ്ടിങ്. ആ ഒരു കാലഘട്ടത്തിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടി മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് സ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റോൺസ് ആയിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് കാൾഡ് നോൺ പോസിറ്റീവ് നമ്പർ സിസ്റ്റം. ഓക്കെ, അതായത് പ്രത്യേകിച്ച് നമ്പർ സിസ്റ്റം പ്രസന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് സിമ്പിൾസ് ഒന്നും യൂസ് ചെയ്യാത്ത കാലത്ത് ആളുകൾ, പഴയകാല മനുഷ്യർ കൗണ്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്റ്റിക്സും സ്റ്റോൺസുകളായിരുന്നു. ഓക്കെ, ആ ഒരു നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് നോൺ പൊസിഷൻ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇനി പൊസിഷൻ നമ്പർ സിസ്റ്റം നോക്കാം. എന്താണ് പൊസിഷൻ നമ്പർ സിസ്റ്റം? ആഫ്റ്റർ ദാറ്റ്, അതായത് നോൺ പൊസിഷൻ നമ്പർ സിസ്റ്റത്തിന് ശേഷം some symbols were used to count. ചില സിമ്പിൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി കൗണ്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈച്ച് ആൻഡ് എവറി സിമ്പിൾസ് ഹാസ് സം വാല്യൂ. ഓരോ സിമ്പിൾസിനും, സിമ്പിൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോ സിമ്പിൾസിനും ഓരോ വാല്യൂ പ്രൊവൈഡ് ചെയ്തു. എന്തിനെ ബേസ് ചെയ്ത്? ബേസ്ഡ് ഓൺ ദെയർ പൊസിഷൻ. അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അങ്ങനെ പൊസിഷൻ അനുസരിച്ച് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത്തരം നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പൊസിഷൻ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് നോൺ പോസിറ്റീവ് നമ്പർ സിസ്റ്റം ആയിരുന്നു. ആ കാലത്ത് പ്രത്യേകിച്ച് സിമ്പിൾസ് ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു. ഓക്കെ, ആ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നത് സ്റ്റോണുകൾ അല്ലെങ്കിൽ സ്റ്റിക്കുകളാണ് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അതിനുശേഷം കുറേ കാലഘട്ടത്തിന് ശേഷം സിമ്പിൾസ് കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, ഓരോ സിമ്പിൾസിനും ഓരോ വാല്യൂ പ്രൊവൈഡ് ചെയ്തു. ആ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആ സിമ്പിൾ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ഓരോ സിമ്പിളിനും വാല്യൂ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പൊസിഷൻ അനുസരിച്ച് വാല്യൂ ഉള്ള നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ദി സിമ്പിൾ 3. ഇത് ആക്ച്വലി ഒരു 3 ഒരു സിമ്പിളാണ്. ഈസ് പ്ലേസ് അറ്റ് തേർഡ് പൊസിഷൻ. ഈ ഒരു സിമ്പിൾ എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്? തേർഡ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് വാല്യൂ ഇസ് 3. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ എന്താണ്? 3. ഓക്കെ, അതുപോലെ 2 എന്ന സിമ്പിൾ സെക്കൻഡ് പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെക്കൻഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ സിമ്പിളിനും ഓരോ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ അനുസരിച്ച് വാല്യൂ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അത്തരത്തിലുള്ള നമ്പർ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി നീഡ് ഓഫ് നമ്പർ സിസ്റ്റം ഇൻ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിനകത്ത് നമ്പർ സിസ്റ്റത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. വി ആർ യൂസ്ഡ് പെർട്ടിക്കുലർ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഡെയിലി ലൈഫിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്, പെർട്ടിക്കുലർ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. അത്ര ലാംഗ്വേജ് ധാരാളം ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ബട്ട് ദീസ് ലെറ്റേഴ്സ് ഓർ വേർഡ്സ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ബൈ ദി കമ്പ്യൂട്ടർ. പക്ഷേ ഇത്തരത്തിലുള്ള ലെറ്റേഴ്സോ വേർഡ്സോ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല? കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, ബിക്കോസ് കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. ഓക്കെ,
they only understand on and off stages. കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് രണ്ട് സ്റ്റേജ് അവർക്ക് അറിയൂ. ഓക്കെ, ദാറ്റ് ഇസ് കാൾഡ് ഓൺ ആൻഡ് ഓഫ്. അതായത് ഓൺ എന്ന് പറഞ്ഞാൽ 1, ഓഫ് എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ് ആർക്ക് അറിയുള്ളൂ? കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അറിയൂ. ഓക്കെ, ഹെൻസ് ദി വേർഡ് ആൻഡ് ലെറ്റേഴ്സ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു എനി നമ്പർ സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ്, വേർഡ്സ് ആയിക്കോട്ടെ ലെറ്റേഴ്സ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിന് മനസ്സിലാകണമെങ്കിൽ എങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം? നമ്പർ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്പർ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്. കമ്പ്യൂട്ടർ സയൻസിൽ നമ്പർ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് ഇതാണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ബേസ് ഓഫ് നമ്പർ സിസ്റ്റം ആണ്. എന്താണ് ബേസ് ഓഫ് നമ്പർ സിസ്റ്റം എന്ന് ഡിസ്കസ് ചെയ്യാം. ദി നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കാൾഡ് ബേസ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് സിംബൽസ്, അതിന് പറയുന്ന പേരാണ് ബേസ്. ഓക്കെ, നമ്മൾ രണ്ട് ടൈപ്പ് നമ്പർ സിസ്റ്റം പഠിച്ചു, നോൺ പൊസിഷൻ നമ്പർ സിസ്റ്റം ആൻഡ് പൊസിഷൻ നമ്പർ സിസ്റ്റം. ഓക്കെ, പൊസിഷൻ നമ്പർ സിസ്റ്റം ധാരാളം സിംബൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ നമ്പർ സിസ്റ്റത്തിലും ഇത്ര എണ്ണം സിംബൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ എണ്ണം സിംബൽസിന് പറയുന്ന പേരാണ് ബേസ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം. ഓക്കെ, എക്സാമ്പിളിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇറ്റ്സ് ബേസ് ഈസ് 10. അതിൻ്റെ ബേസ് എത്രയാണ്? 10 എന്നാണ്. എന്ന് പറയാൻ കാരണം ബിക്കോസ് ഇറ്റ് ഹാസ് 10 ഡിഫറെൻറ്റ് സിംബൽസ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 ഡിഫറെൻറ്റ് സിംബൽസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ബേസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇനി 10 ഡിഫറെൻറ്റ് സിംബൽസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത്തരം സിംബൽസ് എവിടെ വരുന്നുണ്ട്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ഡിഫറെൻറ്റ് സിംബൽസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? 10 എന്നാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നമ്പർ സിസ്റ്റം യൂസ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡെസിമൽ നമ്പർ സിസ്റ്റം, സെക്കൻഡ് ബൈനറി നമ്പർ സിസ്റ്റം, തേർഡ് ഓക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ലാസ്റ്റ് വൺ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇത്രയും നമ്പർ സിസ്റ്റം എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം നോക്കാം. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് താഴെ പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് അവർ ഡെയിലി ലൈഫ് യൂസേജ് നമ്പർ സിസ്റ്റം. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇറ്റ്സ് ബേസ് ഈസ് 10. അതിൻ്റെ ബേസ് എത്രയാണ്? 10 ആണ്. ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് 10 ഡിഫറെൻറ്റ് സിംബൽസ്. അതുകൊണ്ട് അതിനകത്ത് എത്ര സിംബൽസ് ഉണ്ടായിരിക്കും? 10 ഡിഫറെൻറ്റ് സിംബൽസ് ഉണ്ടായിരിക്കും. സോ ഇറ്റ്സ് ബേസ് ഈസ് 10. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സിംബൽസ് ഏതൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 0 മുതൽ 9 വരെ സിംബൽസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് എത്രയാണ്? 10 ആണ്. കാരണം അതിനകത്ത് ഡിഫറെൻറ്റ് സിംബൽസ് 0 മുതൽ 9 വരെ ഡിഫറെൻറ്റ് സിംബൽസ് അതിനകത്ത് ഉണ്ടായിരിക്കും, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, ഇനി കൺസിഡർ ദി നമ്പർ 548. ഈ ഒരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ ഡെസിമൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. Then we can represent the number as below. Okay, 5, 4, 8. Okay, 3 ഡിജിറ്റും ഉണ്ട്. 3 ഡിജിറ്റിന് അതിൻ്റെ ഒരു പൊസിഷനും ഉണ്ട്. ഓക്കെ, പൊസിഷൻ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 548 എന്ന ഈ ഒരു വാല്യൂ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ രീതി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് പൊസിഷനിൽ കിടക്കുന്നത് 8 എന്നാണ്. ബേസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, 10th പൊസിഷനിൽ കിടക്കുന്നത് 4 ആണ്. 100 പൊസിഷനിൽ കിടക്കുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 5ഉം ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 8ഉം ആണ്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ പറയുന്ന പേരാണ് പൊസിഷൻ ഹയസ്റ്റ് വാല്യൂ വരുന്നത് നമുക്ക് പറയുന്നത് MSD. MSD മീൻസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയും. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയും. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് പവർ വാല്യൂ ഉള്ളത് LSD, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ 548 എന്ന വാല്യൂയിലേക്ക് വരുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 5 എന്ന ഡിജിറ്റ്. ഓക്കെ, 5 ഇൻറ്റു 10⁻² എന്ന് വെച്ചാൽ 100 പ്ലസ് 4 ഇൻറ്റു 10th പൊസിഷൻ, അതായത് 10. 10⁻1 മീൻസ് 10 പ്ലസ് 8 ഇൻറ്റു 10⁻0, അതായത് 1 യൂണിറ്റ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ പൊസിഷൻ വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5 ഇൻറ്റു 100 500 പ്ലസ് 4 ഇൻറ്റു 10 40 പ്ലസ് 8 ഇൻറ്റു 1 8. ഓക്കെ, ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 548 എന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഫ്രം ദി അബോവ് എക്സാമ്പിൾ, മുകളിൽ തന്ന എക്സാമ്പിൾ പ്രകാരം ദി ഡിജിറ്റ് 5 has the maximum place value, that is 10⁻². ഡിജിറ്റ് 5 കിടക്കുന്നത് മാക്സിമം പ്ലേസ് ഓഫ് വാല്യൂ ആണ്. ഹെൻസ് ദി ഡിജിറ്റ് 5 ഈസ് കാൾഡ് MSD, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അതായത് 5 എന്ന ഡിജിറ്റ് ഏറ്റവും മാക്സിമം പ്ലേസ് വാല്യൂയിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് MSD, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിം ആസ് ദി ഡിജിറ്റ് 8 ഹാസ് the minimum place value, that is 10⁻0. hence the digit is called LSD. അതുകൊണ്ട് അതിനെ പറയുന്നതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അതായത് 8 എന്ന ഡിജിറ്റ് കിടക്കുന്ന ഏറ്റവും ലോവസ്റ്റ് പ്ലേസ് വാല്യൂയിലാണ് കിടക്കുന്നത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 5 കിടക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമ്മൾ പറയാം MSD, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് പറയാം. 8 കിടക്കുന്ന ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ വാല്യൂ ആണ്, ദാറ്റ് ഇസ് കാൾഡ് LSD. LSD മീൻസ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഓക്കെ, അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഡെസിമൽ നമ്പർ റെപ്രസെൻറ്റേഷൻ. ദി നമ്പർ 675.85 റെപ്രസെൻറ്റേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നോക്കാം. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സിൻ്റെ ബേസ് 10 ആണ്. അപ്പോൾ 675.85 എന്ന വാല്യൂ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ 5 ഏറ്റവും കുറഞ്ഞ വാല്യൂ കിടക്കുന്ന LSD, 6 ഏറ്റവും മാക്സിമം വാല്യൂ പൊസിഷൻ കിടക്കുന്ന MSD പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, റെപ്രസെൻറ്റ് കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് വരുന്നുണ്ട്, അതിന് പറയുന്നത് ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റെപ്രസെൻറ്റേഷൻ ആണ് 6 ഇൻറ്റു 10⁻² പ്ലസ് 7 ഇൻറ്റു 10⁻1 പ്ലസ് 5 ഇൻറ്റു 10⁻0 പ്ലസ് 8 ഇൻറ്റു 10⁻⁻1 പ്ലസ് 5 ഇൻറ്റു 10⁻². ഓക്കെ, നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാല്യൂ 675.85 എന്ന ഡെസിമൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഡെസിമൽ നമ്പർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നമ്പർ സിസ്റ്റം ബൈനറി നമ്പർ സിസ്റ്റം ആണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് താഴെ പറയുന്നുണ്ട്. ദി ബേസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ഈസ് 2. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? 2 ആണ്. ഇറ്റ് യൂസസ് ഓൺലി 2 സിമ്പിൾസ്, സീറോസ് ആൻഡ് വൺസ്. ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്ന രണ്ട് സിമ്പിൾസ് ആണ്, സീറോകളും വണ്ണുകളും. ഓക്കെ, സോ ഇറ്റ്സ് ബേസ് ഈസ് 2 എന്ന് പറയുന്നത്. Internally, all systems uses only this binary number system. സിസ്റ്റത്തിന് ഇന്റേണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരം ബൈനറി നമ്പർ സിസ്റ്റം ആണ്. എക്സാമ്പിൾ 1101 1010 1110.10. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ബൈനറി നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ബൈനറി നമ്പർ സിസ്റ്റം എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. കൺസിഡർ നമ്പർ 1101.11. ഓക്കെ, നേരത്തെ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന്റെ ബേസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അതുപോലെ ഇവിടെ നമ്മൾ ബൈനറി നമ്പേഴ്സിൻ്റെ ബേസ് യൂസ് ചെയ്യുന്നു പൊസിഷൻ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ കിടക്കുന്നത് യൂണിറ്റ് പൊസിഷൻ കിടക്കുന്നത് 1 ആണ്, 10th പൊസിഷൻ കിടക്കുന്നത് 0 ആണ്, 100th പൊസിഷൻ കിടക്കുന്നത് 1 ആണ്, 1000 പൊസിഷൻ കിടക്കുന്നത് 1 ആണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബേസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ 2⁻3, 2⁻2, 2⁻1, 2⁻0, 2⁻−1, 2⁻−2 എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇവിടെയുണ്ട് MSD ഉണ്ട്, LSD ഉണ്ട്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് MSD അല്ല MSB ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ്. അതുപോലെ LSD അല്ല യൂസ് ചെയ്യുന്നത്, ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? LSB എന്നാണ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ്. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റം ആകുമ്പോൾ ഡിജിറ്റും ബൈനറി നമ്പർ സിസ്റ്റം ആകുമ്പോൾ ബിറ്റും എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ MSB ആൻഡ് LSB ആയിരിക്കും. ഓക്കെ, ഒരു പോയിന്റ് വരുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ബൈനറി പോയിന്റ്. ഓക്കെ, ഇനി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം? പൊസിഷൻ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 2⁻0 പ്ലസ് 0 ഇൻറ്റു 2⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻3. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. ഓക്കെ, സെയിം ആസ് 1 ഇൻറ്റു 2⁻−1, 1 ഇൻറ്റു 2⁻−1 പ്ലസ് 1 ഇൻറ്റു 2⁻2, 1 ഇൻറ്റു 2⁻2 എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ 1 ഇൻറ്റു 2⁻3 പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 പ്ലസ് 1 ഇൻറ്റു 2⁻2 4, then 0 ഇൻറ്റു 2⁻1 0 ഇൻറ്റു 2, 1 ഇൻറ്റു 2⁻0 മീൻസ് 1 ഇൻറ്റു 1, 2⁻0 എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഓക്കെ, സെയിം ആസ് 1 ഇൻറ്റു 2⁻−2 എന്ന് പറഞ്ഞാൽ 1/2, അപ്പോൾ 1 ഇൻറ്റു 1/2 പ്ലസ് 1 ഇൻറ്റു 2⁻2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1/4. ഓക്കെ, അതിനകത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു. ഓക്കെ, ആഡ് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആവും 13.75 എന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈനറി ഫോം എൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് ആണ് 13.75 എന്ന വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ദി കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. നാം മുകളിൽ പറഞ്ഞതാണ് കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ദാറ്റ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ടു സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഓൺ ആൻഡ് ഓഫ്. അപ്പോൾ മാത്രമേ ആർക്കറിയൂ? കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അറിയൂ. ദാറ്റ് ഈസ് 1 and 0. ഓക്കെ, ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഇതാണ് ഡിജിറ്റൽ സിഗ്നൽ, ബൈനറി സിഗ്നൽ. ഓക്കെ, 1 എന്ന് വെച്ചാൽ ഇത് ഓൺ ആണ്, അപ്പോൾ 1 ഓൺ. ദെൻ ഡൗൺ ആണ് 0, അപ്പോൾ 0 ഓഫ്. നെക്സ്റ്റ് 1 ഓൺ ആണ്, അപ്പോൾ 1 ഓൺ. ഈ രീതിയിലായിരിക്കും ബൈനറി നമ്പേഴ്സ് സിസ്റ്റത്തിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓൺ ആണോ ഓഫ് ആണോ? ഓക്കെ, അതാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിന് കമ്പ്യൂട്ടറിൽ വരുന്ന ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി അടുത്ത നമ്പർ സിസ്റ്റം. ഇപ്പം നമ്മൾ 2 നമ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഡെസിമൽ നമ്പർ സിസ്റ്റം, സെക്കൻഡ് ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, ഇനി മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നോക്കാം. ദി ഒക്ട മീൻസ് 8. ഒക്ട എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? 8 എന്നാണ്. ദെൻ ഇറ്റ്സ് ബേസ് ഈസ് 8. അതുകൊണ്ട് അതിൻ്റെ ബേസ് എത്രയാണ്? 8 ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് എങ്ങനെ വരുന്നത്? 0 മുതൽ 7 വരെയാണ് സിമ്പിൾസ് വരുന്നത്. അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ബേസ് ഈസ് 8. ഇനി ഒക്ടൽ നമ്പർ റെപ്രസെൻറ്റേഷൻ. കൺസിഡർ ദി നമ്പർ 172.4 ഒക്ടലായി റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒക്ടലാണ്. അപ്പോൾ അതിൻ്റെ ബേസ് എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ 8 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ 1 7 2 4 ഈ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരുന്നു നോക്കാം. ഓക്കെ, 1 ഇൻറ്റു 8 raised to 2,
this one 7 into 8 raised to 1, 2 into 8 raised to 0, then 4 into 8 raised to minus 1. ഓക്കെ, ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈ രീതിയിലാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അതിനെ പറയുന്ന പേര് ഒക്ടൽ പോയിന്റ് എന്നാണ്. ഒക്ടൽ പോയിന്റ് എന്ന് പറയുന്നു ഈ പോയിന്റിനെ. ഓക്കെ, ഇങ്ങനെയാണ് ഒക്ടൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, എന്തൊക്കെ നോക്കാം സ്പെസിഫിക്കേഷൻ. ഇറ്റ്സ് ബേസ് ഈസ് 16. ബേസ് എത്രയാണ്? 16 ആണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 9 വരെ സെയിം ഇൻ ഡെസിമൽ നമ്പർ സിസ്റ്റം. 0 മുതൽ 9 വരെ സിമ്പിൾസ് ഏതുപോലെ തന്നെയാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം പോലെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് 0 to 9 is same as decimal number system and A, B, C, D, E, F എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എനെ 10 ആയി റെപ്രസെന്റ് ചെയ്യുന്നു, ബിനെ 11 ആയി റെപ്രസെന്റ് ചെയ്യുന്നു, സിനെ 12 റെപ്രസെന്റ് ചെയ്യുന്നു, ഡിയെ 13 ആയി റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ആ റെപ്രസെന്റേഷൻ താഴെ നൽകിയിട്ടുണ്ട്. എക്സാ വാല്യൂ ആണിത്. ഓക്കെ, 9 വരെ ഡെസിമൽ നമ്പർ സിസ്റ്റം, നെക്സ്റ്റ് എ ബി സി. ഓക്കെ, 0 to 9 വരെ, ദെൻ എ റെപ്രസെന്റ് ചെയ്യുന്ന 10. ആ രീതിയിലാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സിന് റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഹെക്സാഡെസിമൽ നമ്പേഴ്സിന് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കൺസിഡർ ദി നമ്പർ 2D.4 or 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്ന നമ്പർ 2 തന്നെയാണ്. ഡി എന്ന നമ്പർ 13 ആണ്. ഓക്കെ, അപ്പോൾ ഡിനെ നമ്മൾ 13 എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, 4 ഈസ് എ നോർമൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്. 16 ആണ് പൊസിഷൻ വാല്യൂ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2D4. ഓക്കെ, നെക്സ്റ്റ് 2 into 16 raised to 1 പ്ലസ് ഡി റെപ്രസെന്റ് ചെയ്യുന്നത് 13 ആണ്. 13 into 16 raised to 0 പ്ലസ് 4 into 16 raised to minus 1. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 45.25 എന്ന വാല്യൂ അവൈലബിൾ ആവും. ഓക്കെ, ഇതാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇപ്പം മുകളിൽ നമ്മൾ 4 ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് ഡിസ്കസ് ചെയ്തു. ബൈനറി ബേസ് 2, ഒക്ടൽ ബേസ് 8, ഡെസിമൽ ബേസ് 10, ഹെക്സാഡെസിമൽ ബേസ് 16. ഓക്കെ, ദെൻ ഓരോ നമ്പേഴ്സിന്റെ സിമ്പിൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. സിസ്റ്റത്തിനകത്ത്, കമ്പ്യൂട്ടറിനകത്ത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെയും ഹെക്സാഡെസിമൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഏത് സിസ്റ്റം ഇന്റേണൽ ആയിട്ട് ബൈനറി സിസ്റ്റത്തിലെ വർക്ക് ചെയ്യുള്ളൂ, പക്ഷെ അതിനകത്ത് ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, representing numbers and operations in binary for requiring too many bits and a need of lot of effort. ബൈനറി ഫോമിൽ മാത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഒരുപാട് ബിറ്റ്സ് നമുക്ക് ആവശ്യം വരും, ഒരുപാട് എഫേർട്ടാണ്. ഓക്കെ, വി ക്യാൻ യൂസ് ദി ബൈനറി ബിറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ആസ്. അതുകൊണ്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇത്തരം ബിറ്റ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദി ബിറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 raised to 3. ഓക്കെ, 2 എന്ന് ഉദ്ദേശിക്കുന്നത് ബൈനറി ഫോമിന്റെ 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 into 2 into 2, ദാറ്റ്സ് കാൾഡ് 8. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് വന്നു? ഒക്ടൽ നമ്പർ വന്നു. ഒക്ടലിന്റെ ബേസ് എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈനറി ഫോമിനെ ഗ്രൂപ്പായി യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും, എഫേർട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 8. അപ്പോൾ ഒക്ടൽ നമ്പേഴ്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതുപോലെ ബിറ്റ്സ് നമുക്ക് വീണ്ടും ഗ്രൂപ്പ് ചെയ്യാം, 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. 2 raised to 4 that is equal to 16. ഓക്കെ, അപ്പോൾ 2 into 2 into 2 into 2 equal to 16. ഓക്കെ, ഇതാണ് ഹെക്സാഡെസിമൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ബിറ്റ്സ് യൂസ് ചെയ്യുന്നതിന് പകരം
ഈസി ആക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? 2⁵3 8, 2⁴ 16 എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് കമ്പ്യൂട്ടറിൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെയും octal number system importance. Okay, students, thank you for watching this video.